ആലോചിക്കണം, ഞാൻ എന്റെ മനസ്സിൽ കേന്ദ്രം തുടങ്ങണമെന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ആശയക്കുഴപ്പമുണ്ടായത് അത് ഞാൻ വിശദീകരിക്കാം. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞാൽ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് വെറുതെ ഒന്നല്ല അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിക്കോളി. അതായത് യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അവിടെ എന്താ പറഞ്ഞേ? അള്ളാന്റെ ദീന് വിട്ട് നിങ്ങൾ മുർത്തദ്ദുകളായി നിങ്ങൾ വേറെ ടീമായിട്ട് പോയാൽ അള്ളാഹു വേറെ ടീമിനെ കൊണ്ടുവരും. അവരെ അള്ള ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും അവരല്ലാനെയും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരെന്താണ്? വലാ യഖാഫൂന ലൗമത ലാഇം. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നബി പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അദ്രിമാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്തൊരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്ക് എന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു, തിരിച്ചുപോയി. തിരിച്ചു നബിയും സാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ എന്നൊരു സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്കാണ് നമ്മുടെ ആളുകളെ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ KNMന്റെ KJന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയത്തെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കുവോ? അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോകും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ചികിത്സ ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ, പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നൂലുമ്മക്കടി പോലെയാണിത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരുക്കമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, KNMന്റെ പള്ളിയിൽ കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ദഹിക്കാനാവാത്ത വിധത്തിലുള്ള, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ മാറിപ്പോയി എന്നത് അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതായിരിക്കാം, തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അങ്ങനെയാണ് അവരുടെ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ഘട്ടമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവ്വകാല സലഫി പണ്ഡിതന്മാരൊക്കെ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, വളരെ ക്ലിയറാണ്. ആ ചികിത്സ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് ഒരിഞ്ചും തെറ്റാതെ കണിശമായ ചികിത്സ നടത്തുകയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മജീദ് സലാഹിയെ പോലെയുള്ള ആളുകൾ കേന്ദ്രം തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കടപ്പുറത്ത് വരുന്ന KNMന്റെ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണിത്. KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി എഴുതിയ അതിലൊരു പരാമർശം കേട്ടോളൂ. വസ്തുതകൾ ഇങ്ങനെയെല്ലാം ആയിരിക്കെ ഇപ്പോഴേതാ നമ്മുടെ ചില യുവ പണ്ഡിതന്മാർ ഖുർആൻ തെറാപ്പി, ഇലാജ് തെറാപ്പി, CD തെറാപ്പി എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കേൾക്കുന്നു. അല്ലോ, ഓരോ ഉറപ്പിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങാൻ പുതുതായിട്ട് പറഞ്ഞപ്പോഴുള്ള വെപ്രാളം വേണ്ട. ഞാൻ ഉദ്ദേശം എന്തേ ഉള്ളൂ, അതോടെ മനസ്സിലാക്കി തരാം. റുഖിയ ശറിയയുടെ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് എന്റെ പരാമർശം, ആ പരാമർശം ഞാൻ പിൻവലിക്കും. അതൊരു സൂക്ഷ്മത കുറവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. രണ്ട്, ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ ഒരു പശ്ചാത്തലം
ഇതിനെ നിഷേധിക്കുന്ന ആളുകളോട് വളർന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകൾക്ക് അവരുമായി രമിക്കാനാണ്, മുജാഹിദുകൾക്ക് എവിടെയാ തയമ്പ് എന്നൊക്കെ കേട്ടാലും നമ്മൾ നബി പഠിപ്പിച്ച സുന്നത്തിനെ ഉപേക്ഷിക്കാറില്ല. അതേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കണം. മാത്രമല്ല, അതിന്റെ പിറ്റേന്ന് കൂടിയ നമ്മുടെ സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വളരെ പ്രഗത്ഭരായ യുവപണ്ഡിതന്മാർ അവർ ഇരുന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയാക്കി. കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന്റെ സാധ്യതയെ, അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ പാടുണ്ടോ, അല്ല റുഖിയ ശരിയ ചെയ്താൽ മതിയോ എന്ന്. ഇവിടെ ഏറ്റവും മജീശ്വരായിനെ പോലുള്ളവർ ചെയ്യുന്നുണ്ടറിയോ? നബി പഠിപ്പിച്ച റുഖിയ ശരിയ എവിടെ നിന്ന് ചെയ്ത അതൊക്കെ കേന്ദ്രാക്കി പറയണം. ഒരു പള്ളിയിലാണ് ഒരാൾ വന്നിട്ട് അയാൾക്ക് ജിന്നബാധ ഉണ്ടായി, അവിടെ ഒരാൾ ചികിത്സിച്ച് അത് കേന്ദ്രാക്കി മാറ്റിയത്. ഒരു വീട്ടിൽ വെച്ചോ മദ്രസയിൽ വെച്ചോ അത് കേന്ദ്രാക്കി മാറ്റിയത്. പിന്നെന്ത് ചെയ്യും? റുഖിയ ശരിയ നബി പഠിപ്പിച്ച പ്രകാരം ചെയ്യണമെന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞു. അതുപോലെ ജമിയത്തുൽ ഉലമയുടെ ബുക്കിലുണ്ട്, ജമിയത്തുൽ ഉലമ പ്രത്യേകിച്ച ബുക്കിലുണ്ട്. ജിന്നബാധ ഉണ്ട് എന്നവർ അംഗീകരിച്ചു. അത് എവിടെ വെച്ച് ചികിത്സിച്ചതിനെ കേന്ദ്രാക്കിയാലോ? അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു. മാത്രമല്ല, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ റുഖിയ ശരിയ ചർച്ച ചെയ്തിട്ടവരിൽ അവസാനിപ്പിക്കുന്ന ഒരു കൺക്ലൂഷൻ മഞ്ചേരിയിലെ എന്റെ പ്രസംഗത്തിന്റെ 2ാമത്തെ ദിവസം ഞാൻ പഠിച്ചു. അതെന്താണ്? റുഖിയ ഇവിടെ ജിന്നബാധയേറ്റാൽ അവനെ ചികിത്സിക്കണം, പിന്നത് കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്കാണ് മടങ്ങിപ്പോ. അതൊരു തൊഴില. ഏതുപോലെ? പലിശക്കാരനായ ഒരാള്, അയാൾ ഒരാൾക്ക് പലിശ കൊടുത്താൽ അടുത്ത ആൾ വരുന്ന അയാൾ പ്രതീക്ഷിച്ചിരിക്കും, അത് ഏതും രേഖപ്പെടുത്തും, അതൊക്കെ ഉണ്ടാവും. അതുപോലെയല്ല ഇത്. ഇപ്പൊ ഒരാൾക്ക് ഭിന്നബാധയോ സൂര്യബാധ ഉണ്ടായ റുഖിയ ശരിയ ചെയ്യാം, പക്ഷെ അത് തൊഴിലല്ല, അയാൾ അതിനു വേണ്ടി ഇരിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്, നമ്മുടെ ചർച്ചകളിൽ വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്. കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് സെലഫികൾ മാതൃകയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പരാമർശം ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്ന. ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു. ബാക്കി ഏതെങ്കിലും ഒരു ലഫ്ള് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരായി എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല വിശ്വാസികൾ എന്ന് ഖുർആൻ പറയും. അതുകൊണ്ട് കേന്ദ്രം എന്നത് ഞാൻ ഒരിക്കലും ഒരു കേന്ദ്രമായി ഇങ്ങനെട്ട് അവിടെ കുറെ ആളുകൾ ഇരുന്ന് അവിടെ ടോക്കൺ എഴുതി ചികിത്സിക്കണമെന്നല്ല എന്നത്. അതിന്റെ ബാക്കി കേട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് കേന്ദ്രം എന്നതിനെ വെച്ച് നാളെ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് അതങ്ങ് അവസാനിപ്പിക്കണം. ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇനി അത് വെച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ മത്സരയെ ഭയപ്പെടുക എന്ന് മാത്രം. അത്ര മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.